ഹായ് ഹലോ, ഞാൻ എസ് ജെ എം. ബോറടിയിൽ നിന്നും ക്രിയേറ്റിവിറ്റിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യൂട്ട് ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. വളരെ സിമ്പിളും അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. സോ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലൈറ്റ്സ് ഓൺ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോട്ടിലിൽ ഡയറക്റ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്തും ചെയ്യാം, ബട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇതിനായി ഫെവിക്കോളും വാട്ടറും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ബോട്ടിലിലേക്ക് അപ്ലൈ ചെയ്യാം. ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പർ 2-3 ലെയറായി ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലിൽ ഫുൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബോട്ടിലിൽ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഉണങ്ങിയ ശേഷം ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് പിങ്ക് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് കോട്ട് സ്പോഞ്ച് ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി ഉണക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ബോട്ടിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഉണങ്ങട്ടെ. ആ ഗ്യാപ്പിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ മടക്കി വെച്ചിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഞാൻ തിരിച്ച് ഇതേപോലെ മടക്കി ഈ ഒരു സൈഡിൽ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ 2 ഈക്വൽ സൈസിൽ കിട്ടും. അതിലൊരു ഭാഗം എടുത്ത് ഇതേപോലെ സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് മടക്കി ഒട്ടിക്കാം. ശേഷം വീണ്ടും ഈ സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് മടക്കി ഒട്ടിക്കണം. ഇത് 2 തവണയാണ് മടക്കിയിട്ടുള്ളത്. ശേഷം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിരിക്കുന്ന ഭാഗം ഒട്ടാനായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റോൾ ചെയ്യാം. ലാസ്റ്റ് പോർഷൻ തിരിച്ചു വെച്ച് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് മടക്കി ഒട്ടിക്കുക. അങ്ങനെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ സ്ട്രിപ്പുകളെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഫ്ലവർ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ടൈമിലും ഒരു സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒട്ടിക്കിട്ടില്ല. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് 2 വട്ടം മടക്കി ഒട്ടിച്ച് ചുരുട്ടിയെടുക്കാം. ഇനി കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് വേണം. അതിനായി ടിഷ്യൂ പേപ്പർ മുൻപ് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതുപോലെ മടക്കി സെൻറ്ററിലൂടെ ഒന്നുകൂടെ കട്ട് ചെയ്യണം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമുക്ക് 4 പാർട്സായി കിട്ടും. ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡിൽ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് 2 തവണ മടക്കി ഒട്ടിക്കാം. ഇതും നമുക്ക് ഫ്ലവേഴ്സാക്കി മാറ്റാം. ഇതേപോലെ എൻഡ് വരുമ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് പോർഷൻ തിരിച്ച് മടക്കി ഒട്ടിക്കണം. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്രയോൺസ് ആണ്. നിങ്ങളുടെ ഫ്ലവറിന് ഏത് കളറാണോ വേണ്ടത് ആ കളറിലുള്ള ക്രയോൺ എടുക്കാം. ഞാനിവിടെ ഒരു ലൈറ്റ് റോസ് കളർ ആണ് യൂസ് ചെയ്യുന്നത്. ശേഷം നമുക്ക് വേണ്ടത് ക്യാൻഡിൽസ് ആണ്. ഈ ഒരു കളർ തന്നെ വേണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന ക്യാൻഡിൽസും എടുക്കാം.
അതാണ് എടുക്കുന്നതെങ്കിൽ ക്യാൻഡിൽസിൻ്റെ തിരിയും ബ്ലാക്ക് കളറിൽ കാണുന്ന ഭാഗങ്ങളുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ശേഷം യൂസ് ചെയ്യാം. ഇതേപോലെ ബ്ലാക്ക് കളറിൽ കാണുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇനി അടുത്തതായി യൂസ് ചെയ്യാത്ത ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ക്യാൻഡിൽസ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ശേഷം ക്രയോൺസിലെ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് ഇടാം. ഞാനൊരു ക്രയോണും അതിൻ്റെ കൂടെ ഇത്രയും കൂടെ ക്രയോണുമാണ് ഇട്ടിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ മതിയാകും. ശേഷം ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായി നിലവിൽ യൂസ് ചെയ്യാത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഈ ക്യാൻഡിലുള്ള പാത്രം ഒന്ന് ഇറക്കി വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ക്യാൻഡിൽസൊക്കെ നന്നായി മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവേഴ്സിനെയൊക്കെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ പെറ്റൽസ് തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനായി ഇതേപോലെ ഒരു സ്റ്റിക്കോ മറ്റോ യൂസ് ചെയ്ത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യാനായി നമ്മൾ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കും. ഇതേപോലെ സാധാ ടിഷ്യൂ ഒക്കെ മതിയാകും. ചെറിയ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇതേപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡിയായി. അപ്പോൾ ഇങ്ങനെ ബോട്ടിലിൻ്റെ ബോട്ടം പോർഷനിൽ റൗണ്ടായിട്ടാണ് ഞാൻ ബിഗ് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആർട്ട് ഷേപ്പിൽ ഞാൻ ബ്ലൂ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്കൊക്കെ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാനായി ഞാൻ ഫെവി ബോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ ആയി ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്ലാറ്റ് ആക്കി എടുക്കണം. എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ചെയ്യണം. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലവേഴ്സ് ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ടം പോർഷനിൽ ഒരു ലെയർ മാത്രം വലിയ ഫ്ലവേഴ്സാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ബോട്ടിലിലും ഫ്ലവറിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുക. മുകളിലേക്ക് ഞാൻ ചെറിയ ഫ്ലവേഴ്സാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് പോർഷൻ ഒഴികെയുള്ള എല്ലാ ഭാഗത്തും ഫുള്ളായി ഞാൻ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷനിൽ ബ്ലൂ ഫ്ലവറാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ബോട്ടിൽ ഇങ്ങനെ തന്നെ വെക്കാനാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതുകൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് പഴയ ഒരു ഡോളിൻ്റെ ഹെഡാണ്. ഡോളിൻ്റെ ഹാൻഡും ഞാൻ എടുത്തിട്ടുണ്ട്. കൈയുടെ ഈ ഒരു പോർഷൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഡോളിനെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം. സ്കിൻ കളറിനായി ഈ 3 കളർ ഒന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് യെല്ലോയും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം ഇതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് കളർ ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് സ്കിൻ കളറിനായി ഏത് ഷെയ്ഡാണോ വേണ്ടത്
ആ ഷെയ്ഡ് ആകുന്നത് വരെ വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇത് അക്രൈലിക് കളറിൻ്റെ ബോട്ടിലിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഡോളിൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഡോളിനെ പോലെ പിങ്ക് ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ റെഡിന് പകരം പിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലും ഈ കളർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് അക്രൈലിക് കളർ യൂസ് ചെയ്ത് ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ പെൻ വെച്ചൊരു ഔട്ട്ലൈൻ കൊടുത്തിരുന്നു. അതിന് മുകളിലൂടെ ദാ ഇതേപോലെ ഐബ്രോസ് വരയ്ക്കാം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം. അതിനായി വൈറ്റും പിങ്കും കളർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. ഇതേ കളർ തന്നെ യൂസ് ചെയ്ത് ഞാൻ പൊട്ടും കമലും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. കവിളിലും ഈ ഒരു കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഡോളിൽ കണ്ണില്ല, സോ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് ചുരുട്ടി ഇതിൻ്റെ ആ ഒരു ഐ ഹോൾ ഫില്ല് ചെയ്യുവാണ്. ശേഷം ഒരു പേപ്പറിൽ കണ്ണ് വരച്ച് അത് ഇതിന് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹെയർ ഇതുപോലെ ഒന്ന് പിടിച്ച് കെട്ടി ഒരു ക്ലിപ്പ് ഇട്ട് വയ്ക്കാം. ഇതെൻ്റെ ഒരു പഴയ ഡ്രസ്സിലെ ഫ്ലവറാണ്. ഇത് ഈ ഹെയറിലൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കിയേ, ക്യൂട്ടായിട്ടില്ലേ? ഇനി ഈ ഹെഡ് നമുക്ക് ബോട്ടിലിൽ വെച്ച് ഒട്ടിക്കാം. ഇതിനായി ഞാൻ ഫ്ലെക്സ് ക്വിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ശേഷം ഫെവി ബോണ്ട് യൂസ് ചെയ്ത് കയ്യും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പോർഷനിൽ ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യൂടെക്സും റിങ്ങും വളയും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ദാ ഇവിടെയും ഇതേപോലെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഡോളിനെ ഭംഗിയാക്കി എടുക്കാം. ഇതും എൻ്റെ ഒരു നെറ്റിൻ്റെ ഡ്രസ്സിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിതിൻ്റെ തലയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇവിടെ ഒരു ഫുൾ ഫ്ലവർ റിബൺ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യൂട്ട് ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ബോട്ടിലൊക്കെ ഉള്ളവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.